മുപ്പത്തടം സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസ് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് CG വേണുഗോപാൽ അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് BM ശശി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PH സാബു സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അബൂബക്കർ, യുവജന സമാജം വായനശാല പ്രസിഡന്റ് SS മധു, SS അനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജനപ്രതിനിധികളും സഹകാരികളും സംബന്ധിച്ചു. ഭരണസമിതി അംഗം KJ സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മന്ദിരത്തിലെ മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖയുടെ പ്രവർത്തനം ഇന്ന് ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഡിസംബർ 14 കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി സമർപ്പിച്ച സഹകരണ മന്ദിരത്തിൽ ഈ പുതുവത്സര ദിനത്തിൽ നടക്കുന്ന ഈ അതിലളിതമായ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷനായി ബാങ്കിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാലിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹെഡ് ഓഫീസിൽ ആരംഭിക്കുന്ന മോർണിംഗ് ഈവനിംഗ് ബാങ്കിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ, ബഹുമാനായ അധ്യക്ഷൻ ശ്രീ CG വേണുഗോപാൽ, ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ VM ശശി, ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ശാഖാരഹിത ബാങ്കിൽ നിന്നും 2 or 4 ശാഖകളായിട്ട് വികസിക്കുന്ന ഒരു മുഹൂർത്തമാണ്. 2 or 4 എന്ന പദം ബോധപൂർവം ഉപയോഗിക്കുന്നതാണ്. മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖയാണ് 2 സ്ഥലം. അവിടെയും ഒരു മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖ നമ്മുടെ മുപ്പത്തടം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു. ഇവിടെയും ഒരു മോർണിംഗ് ആൻഡ് ഈവനിംഗ് ശാഖ പ്രവർത്തിക്കുന്നു. ഈ പുതുവത്സര ദിനത്തിൽ സഹകാരികൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പുവരുത്താനും ബാങ്കിന്റെ സാമ്പത്തിക കരുത്ത് വർദ്ധിപ്പിക്കാനും പുതിയ ബിസിനസ് സാധ്യതകൾ തേടാനും സാമൂഹ്യ സേവനത്തിന്റെ വിശാല സാധ്യതകളിലേക്ക് മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിനെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ബാങ്ക് ഭരണസമിതിയോട് തോളോട് തോൾ ചേർന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഉൾക്കൊള്ളുന്ന ടാസ്ക് ഫോഴ്സ് നമുക്ക് മുപ്പത്തടത്തിന്റെ സമഗ്ര വികാസത്തിനായി, സഹകരണ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ പുതിയ പുലരി പുതിയ പ്രതീക്ഷകളുടേതാണ്. പുതിയ പ്രതീക്ഷകൾ പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നു. ഈ HOM&D ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബാങ്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, മുപ്പത്തടത്തിൻ്റെ സഹകരണ സ്വപ്നങ്ങളുടെ നേരവകാശിയായ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ BM ശശിയാണ്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുക, സ്വാഗതാശംസിക്കുന്നു. മറ്റൊന്ന്, ഈ ബാങ്കിൻ്റെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന വൈസ് പ്രസിഡന്റ്, മുപ്പത്തടം ബാങ്കിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ട വേണുചേട്ടനെ ഏറ്റവും ആദരപൂർവ്വം ഞാൻ സ്വാഗതാശംസിക്കുന്നു. ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് R രാജലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബൂബക്കർ, ബാങ്കിന്റെ പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, വായനശാലയുടെ പ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഈ പുതുവത്സര ദിനത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള സഹകാരികളെ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നമ്മുടെ സഹകാരികളുടെ ഒരു ചിരകാല സ്വപ്നമാണ് നമ്മുടെ ഈ ഹെഡ് ഓഫീസ്. ഈ ഹെഡ് ഓഫീസിൽ നിന്നും നമ്മുടെ സഹകാരികൾക്കും പൊതുസമൂഹത്തിനും കൂടുതൽ പ്രയോജനകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിക്ക് നമ്മുടെ ഈ പുതുവർഷ പുലരി തുടക്കം കുറിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മളുടെ ഈ പ്രതീക്ഷകൾക്കൊപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിലുള്ളത്. അതിലേക്ക് അതിജീവിക്കാൻ നമ്മുടെ സഹകാരികൾക്കും പൊതുസമൂഹത്തിനും കൂടുതൽ ക്ഷേമകരമായ നടപടികൾ നമുക്ക് സ്വീകരിക്കുവാനും ഈ ഹെഡ് ഓഫീസ് നമുക്ക്
ഉപകാരപ്രദമാകട്ടെ എന്ന് നാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും സഹകാരികളെയും ഈ മഹനീയമായ അഭിമാനകരമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ VM ശശി ഉൾപ്പെടെ എല്ലാവർക്കും ഈ പുതുവർഷ പുലരിയിൽ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ അഭിമാനകരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ VM ശശി സ്നേഹവും എല്ലാവർക്കും പുതുവത്സരാശംസകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ബാങ്കിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഡിസംബർ 14-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിക്കുകയും അതോടുകൂടി നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പുതിയ മന്ദിരത്തിൽ ആരംഭിക്കാൻ കഴിയില്ല. 14-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു 17-ാം തീയതി കൂടി മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനമാണ് ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആഫീസ് പ്രവർത്തനങ്ങളോട് മാറ്റാൻ വേണ്ടി പുതുവത്സരത്തോടനുബന്ധിച്ച് മാറ്റണം എന്നുള്ള അഭിപ്രായം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ബാങ്കിൻ്റെ മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം കൂടി ഇവിടെ വ്യാപിപ്പിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മുടെ പഴയ കെട്ടിടത്തിൽ നമ്മുടെ തറവാട്ടിൽ ഉള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ അവിടെയും നടക്കും. ബാക്കി ഇപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ലോഡ്ജ് അതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാനുള്ളത് നമ്മുടെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് ഏറ്റവും മെച്ചപ്പെട്ട നിലയ്ക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് പറ്റുന്ന ഒരു ടീമിനെ നമുക്ക് കിട്ടിയിട്ടില്ല. പലരും റെസ്റ്റോറൻറ്റ് നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ച് വന്നുവെങ്കിലും ഏറ്റവും മികച്ച നിലയ്ക്ക് എന്നാൽ നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശത്ത് സാധാരണ ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടാവുന്ന നിലയ്ക്ക് റെസ്റ്റോറൻറ്റ് ആരംഭിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റുന്ന ഒരു ബാക്കി വരുന്ന മുറയ്ക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് കൂടി ഇവിടെ ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് കേരളത്തിൽ തന്നെ മെച്ചപ്പെട്ട നിലയ്ക്ക് ഉള്ളൊരു സഹകരണ സ്ഥാപനമായി മുപ്പത്തളം സഹകരണ ബാങ്ക് മാറുകയാണ്. നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഈ പ്രദേശത്തെ സഹകാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ പ്രവർത്തന പരിചയത്തോടുകൊണ്ടാകാം ചെറിയ ചെറിയ ന്യൂനതകൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്ന അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി സഹകാരികൾക്ക് ഏറ്റവും സൗകര്യപ്രദമാകുകയാണ്. നമ്മളിപ്പോൾ ഇതുകൊണ്ട് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അനുബന്ധമായി നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ള മില്ലറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ, ആ മില്ലറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ അത് വിൽപ്പനയും അതിൻ്റെ ശേഖരണവും എല്ലാം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്ത് ഒരു ഇടപെടൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മതിയായ നിലയ്ക്കുള്ളപ്പോൾ ലോഡ്ജ് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു വർഷം കഴിയുമ്പോൾ
അടുത്ത പുതിയതോടു കൂടി നമ്മുടെ വരുമാനത്തിൽ നല്ല വർധനമുണ്ടാക്കാനും മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും. നമുക്കിപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടിശ്ശിക. അത് പലരും മനഃപൂർവ്വമായിട്ടല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം, സാഹചര്യങ്ങൾ അനുയോജ്യമല്ലാത്തതുകൊണ്ട് കുറേയേറെ ആളുകൾക്ക് കുടിശ്ശിക വന്നിട്ടുണ്ട്. എന്നാൽ ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് കുടിശ്ശിക വരുത്തുന്നവരുണ്ട്. ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം ജപ്തി ഉണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനം വന്നതോടുകൂടി ഇനി അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് അടയ്ക്കാതിരിക്കുന്ന ഒരു ഭാഗം ആളുകളുണ്ട്. എന്തായാലും ഈ കുടിശ്ശിക കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ക്ലാസിഫിക്കേഷനിൽ ദോഷം വരും, വരുമാനത്തിൽ കുറവ് വരും, ലാഭത്തിൽ കുറവ് വരും. അത് ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വളരെ കർക്കശമായ നിലയ്ക്കുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ബാങ്കുകളിലെല്ലാം ടീം ഓഡിറ്റാണ് വരുന്നത്, പഴയതുപോലെയല്ല. കർക്കശമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നേരത്തെ കൊടുത്തിരുന്ന പോലെ ലോണുകൾ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. അതിനെല്ലാം നല്ല പരിശോധന നടത്തണം, മതിയായ വാല്യുവേഷൻ വേണം. മതിയായ വാല്യുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കാൻ കഴിയും. ഇതെല്ലാം സഹകാരികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, ആ പ്രയാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാങ്കിന്റെ നിലനിൽപ്പിന് അതിന്റെ റീപേയിങ് കപ്പാസിറ്റി കൂടി നോക്കിക്കൊണ്ട് ലോൺ കൊടുത്താൽ ബാങ്ക് നിലനിന്ന് പോകാൻ കഴിയും. ഇതെല്ലാം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതാനും ചില സഹകാരികളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. ഇപ്പോ വർഷങ്ങളായി ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ കിടക്കുന്ന ലോണുകളിലെല്ലാം ARC VPO എല്ലാം സ്വീകരിക്കുന്നതിന്റെ ഫലമായി വളരെ വിഷമകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ബോർഡിനും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഒരാളുടെ വസ്തു അളക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, അതൊന്നും നടപടി സ്വീകരിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ നമുക്ക് ഒട്ടും സന്തോഷമില്ലാത്ത നിലയ്ക്കാണ് നടപടികളിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരുന്നത്. പക്ഷെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ പുതിയ സഹകരണ നിയമം പാസ്സായതോടുകൂടി ഇപ്പോൾ സഹകരണ മേഖലയ്ക്കെതിരായി വരുന്ന വലിയ കടന്നാക്രമണം, മാധ്യമങ്ങളുടെ എല്ലാം വലിയ പ്രചരണം, ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഇത്തരം നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു സ്ഥിതി ഉണ്ട്. അതുകൂടി സഹകാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വരും ഭാവിയിൽ ഉപഭോക്തൃ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് മെച്ചപ്പെട്ടൊരു നില ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. സാമൂഹ്യ പ്രതിബദ്ധത തന്നെ നിലനിർത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി കഴിയും. സഹകരണ മുദ്രാവാക്യം സഹകാരികളിൽ നിന്ന് സഹകാരികളോടൊപ്പം സഹകാരികളിലേക്ക് എന്നുള്ള സന്ദേശം അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നവവത്സര ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രീ പി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ CG വേണു, ബാങ്ക് പ്രസിഡന്റ് ശ്രീ VM ശശി, ബോർഡ് അംഗങ്ങളെ, സഹകാരികളെ, ഉപഭോക്തൃ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞെങ്കിലും ബാങ്കിൻ്റെ പ്രവർത്തനം ഇപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മധ്യ കേരളത്തിൽ ഇത്രയും സൗകര്യത്തോടു കൂടിയിട്ടുള്ള മറ്റൊരു കെട്ടിട സമുച്ചയം ഒരു സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയ്ക്ക് വലിയ സൗകര്യത്തോടുകൂടി, വിവിധ സൗകര്യങ്ങളോടുകൂടി സഹകരണ ബാങ്ക് വായ്പ മാത്രമല്ല മറ്റു പല മേഖലകളിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് വളർച്ചയിലേക്ക് കുതിച്ചു കയറുന്ന ഈ ബാങ്കിന് അതിൻ്റെ പ്രസിഡന്റിനും ബോർഡംഗങ്ങൾക്കും ഇതിൻ്റെ ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നതിന് സമാജം മാനസാലയുടെ പ്രസിഡന്റ് ശ്രീ SS
സൂചിപ്പിച്ചതുമാതിരി തന്നെ നമ്മുടെ ബാങ്കിൻ്റെയും പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് നൽകുന്നത്. തീർച്ചയായും ഈ പുതുവത്സരത്തിൽ അതെല്ലാം നമുക്ക് വളരെ ഭംഗിയായി നമ്മുടെ ഈ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ആരോഗ്യ സേവന കേന്ദ്രമായാലും നമ്മുടെ പ്രദേശത്തെ ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കുന്ന മുകളിലുള്ള റൂമുകളായാലും ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഈ ബാങ്കിലെ പ്രസിഡന്റ് VM ശശിയേട്ടനും അതോടൊപ്പം സെക്രട്ടറി സാബുവിനും നമ്മുടെ ഡയറക്ടർമാർക്കും സ്റ്റാഫിനുമെല്ലാം ഞാൻ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ ഈ പ്രവർത്തനത്തിൽ വഹിച്ചിട്ടുള്ള സുദീർഘമായ പങ്കിനെ, കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായി ഉപ്പുതറം സഹകരണ ബാങ്കിന് ഏറെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ വായനശാല, നമ്മുടെ ഈ സഹകരണ ബാങ്കിൻ്റെ നമ്മൾ പുതുതായി ആരംഭിക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് പരമാവധി സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുമെന്ന രീതിയിൽ പരിപാടികൾ ആലോചിക്കണമെന്ന്, പ്രത്യേകിച്ച് ഇവിടെ ശശിയേട്ടൻ സൂചിപ്പിച്ച നമ്മുടെ ആരോഗ്യ സേവന കേന്ദ്രമൊക്കെ ആയാലും കൂടുതൽ സാധാരണക്കാരായ ആളുകൾക്ക് അങ്ങോട്ട് വരാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ സേവനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാകണം. ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് ഉപ്പുതറം യുവജന സമാജം വായനശാലയുടെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിൻ്റെ രംഗത്ത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വ ചുമതലയുള്ള ആണ് നമ്മുടെ ബാങ്കിൻ്റെ സഹകാരിയുമായ ശ്രീ SS ഇത് നമ്മുടെ ഉപ്പുതറത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ മന്ദിരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം, അതായത് ബാങ്കിൻ്റെ ശാഖയുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണ്. പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഉപ്പുതറത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ, സാധാരണക്കാരായ സഹകാരികളുടെ ഒരു അഭിലാഷമാണ്, അവരുടെ ഒരു ആഗ്രഹമാണ് ഈ സഹകരണ സ്ഥാപനം. തീർച്ചയായും നമ്മുടെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ബാങ്കിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൻ്റെ വായ്പകളുടെ തിരിച്ചടവാണ്. ആ വായ്പകളുടെ തിരിച്ചടവുണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്കിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹകാരികളാണെങ്കിലും ജീവനക്കാരാണെങ്കിലും അത്തരത്തിൽ ഉള്ള വായ്പകൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കുന്നതിനും ഈ ബാങ്കിൻ്റെ തുടർന്നുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനത്തിനും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ ബാങ്കിനെ നയിക്കുന്ന ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, അവരെക്കാളെല്ലാം ഉപരി നേരിട്ട് ഇടപാടുകാരുമായി ബന്ധപ്പെടുന്ന ഈ ബാങ്കിലെ ജീവനക്കാർ, അവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒരു മുതൽക്കൂട്ടായി നമ്മുടെ നാശമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് നവവത്സര ആശംസകൾ നൽകുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ ശ്രീ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ VM ശശി, ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികളെ, ജീവനക്കാരെ, സുഹൃത്തുക്കൾ, ഉപ്പുതറം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കേവലം വായ്പ കൊടുക്കുക, അത് തിരിച്ചു പിടിക്കുക എന്നതിലുപരിയായിട്ട് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ നിരവധി പരിപാടികൾ ഉപ്പുതറം സർവീസ് സഹകരണ ബാങ്ക് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ച എന്ന നിലയിലാണ് ഇന്ന് ഉപ്പുതറത്തിനും അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിനും തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുള്ള ഈ കെട്ടിട സമുച്ചയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ ഒരു അഭിമാന കേന്ദ്രമാണ്. ഇതിന്റെ പിന്നിൽ നിരവധിയായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ബാങ്ക് ഇന്ന് നിലയിലെത്തുവാനുള്ള കാര്യത്തിൽ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളുമൊക്കെ നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മുൻ പ്രസിഡന്റായ ശ്രീ P. സുകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അന്ന് ഈ ഭൂമി ഏറ്റെടുത്തത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള കടമ്പകൾ കടന്നിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമുച്ചയം ഇവിടെ പണി തീർക്കുവാനും അത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനും നമുക്ക് സാധിച്ചത്. ഇത്തരത്തിൽ കൂടുതൽ ഈ അവസരത്തിൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ
സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബാങ്കിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ VM ശശി അവർക്ക് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിച്ച ബാങ്കിൻ്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാൽ, സ്വാഗതം പറഞ്ഞ ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ PH സാബു, ഇവിടെ ആശംസകൾ നേർന്ന PA അബൂബക്കർ, SS മധു, SS അനിൽ തുടങ്ങിയ എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ബാങ്കിലെ ജീവനക്കാർക്ക് ഉൾപ്പെടെ നമ്മുടെ വാർഡ് മെമ്പർ ഉഷാദാസ് ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ